ഉത്രാളിപ്പൂരത്തിന് വേറിട്ട കാഴ്ചവട്ടങ്ങളുമായി മുഖ്യ പങ്കാളിത്ത ദേശം കുമരനെല്ലൂർ. ഈ മാസം 24 വരെ നീണ്ടു നിൽക്കുന്ന പൂരനിലാവിന് ഉത്സവാന്തരീക്ഷത്തിൽ തുടക്കം. കുമരനെല്ലൂർ NSS മൈതാനത്ത് സേവ്യർ ചിറ്റലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. ദേശകമ്മിറ്റി പ്രസിഡന്റ് K. സതീഷ് കുമാർ അധ്യക്ഷനായി. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, പൂരം ചീഫ് കോർഡിനേറ്റർ V. സുരേഷ് കുമാർ, CA ശങ്കരൻകുട്ടി, PN വൈശാഖ്, AD അജി, അജിത് മല്ലയ്യ, P. ഋഷികേശ്, V. ശ്രീധരൻ, PN ഗോകുലൻ, S. ശ്രീകുമാർ, MR സോമനാരായണൻ, ഡോക്ടർ നാരായണ പിഷാരടി, PA ബിബിൻ, ബാലകൃഷ്ണൻ കുളഞ്ചേരി എന്നിവർ സംസാരിച്ചു. പൂരത്തിന് ടൂറിസം വകുപ്പ് ധനസഹായം ലഭ്യമാകുന്നതിന് നേതൃത്വം നൽകിയ സേവ്യർ ചിറ്റിലപ്പള്ളി MLAയെ ദേശം ആദരിച്ചു. റിയാലിറ്റി ഷോ റണ്ണറപ്പ് വടക്കാഞ്ചേരി സ്വദേശിനി ദിശയെയും ആദരിച്ചു. ദിശയുടെ ഗാനമേളയും നടന്നു. വ്യാഴാഴ്ച വൈകിട്ട് വയലിൻ ഫ്യൂഷൻ ഉണ്ടായി. വെള്ളിയാഴ്ച വൈകിട്ട് 6-ന് ദശപുഷ്പം സൗഭർണിക കുമരനെല്ലൂർ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി, 22-ന് വൈകിട്ട് 7-ന് സ്റ്റാർ സിംഗർ വിജയ് അരവിന്ദ് ദിലീപ് നായർ അവതരിപ്പിക്കുന്ന ഗാനമേള, 24-ന് വൈകിട്ട് 6-ന് ആനച്ചമയ പ്രദർശനവും നാടൻ കലാരൂപങ്ങളുടെ അവതരണവും നടക്കും. പൂരം വിവിധ രീതിയിൽ അതിന്റെ മാറ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും വടക്കാഞ്ചേരിക്കാരൻ അല്ലെങ്കിൽ ഉത്രാളിക്കാവ് പൂരത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ വളരെ ചെറുപ്പം മുതൽ സഞ്ചരിച്ചിരുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ കിട്ടിയ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്ന വിശ്വാസമാണ്. തീർച്ചയായും അതിന്റെ കൂടി ഭാഗമായ പരിശ്രമങ്ങൾ കേരളത്തിലെ ഗവൺമെന്റ്, പ്രത്യേകിച്ച് ടൂറിസം വകുപ്പ്, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ടൂറിസം രംഗത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങളില്, പ്രത്യേകിച്ച് ഉത്സവങ്ങള്, അതുമായി ബന്ധപ്പെട്ട മറ്റ് ആഘോഷ പരിപാടികളെല്ലാം തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഹെഡിൽ നിന്നാണ് കഴിഞ്ഞ 3 തവണയായി ഇപ്പോ നമുക്ക് 15 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. പൂരത്തിന് മുമ്പേ അത് അനുവദിക്കുക, പൂരം കഴിയുന്നതോടെ അത് കൈകളിലേക്ക് എത്തുക എന്നതാണ് ഈ ഘട്ടത്തിൽ സംഭവിച്ചിട്ടുള്ളത്.